ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജി. ഫസ്റ്റ് വാട്ടർ ടെക്നോളജിക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഹാർഡ് വാട്ടർ എന്താണെന്നും സോഫ്റ്റ് വാട്ടർ എന്താണെന്നും പഠിച്ചിട്ടുള്ള. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ലാദർ ഫോം ചെയ്യുന്ന, അതായത് നമ്മുടെ വാട്ടർ സോപ്പുമായിട്ട് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ലാദർ പത ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ വാട്ടറിന് നമ്മൾ എന്ത് പറയും, സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നു. അതിന് കാരണം ആ വാട്ടറിൻ്റെ അകത്ത് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്ട്. ആ വാട്ടറിൻ്റെ അകത്ത് മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒന്നും സോൾട്ടുകളില്ല. അതായത് മഗ്നീഷ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്, പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പിന്നെ മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, ഇതിൻ്റെ ഒന്നും എന്തില്ല, സോൾട്ടുകളില്ല അല്ലേ. ഇനി അടുത്ത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് വാട്ടർ ദാറ്റ് ലാദർ വിച്ച് ഡസ് നോട്ട് റെഡിലി ഓൺ ഷേക്കിംഗ് വിത്ത് സോപ്പ് സൊല്യൂഷൻ. അതായത് സോപ്പ് സൊല്യൂഷനുമായിട്ട് ഇത് പത വന്നില്ല എങ്കിൽ, ഷേക്ക് ചെയ്യുമ്പോൾ പത വന്നില്ല എങ്കിൽ എന്തായിരിക്കും, അത് ഹാർഡ് വാട്ടർ ആയിരിക്കും. അതിൻ്റെ അകത്തപ്പോൾ എന്തുണ്ടാവും, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടുകളുണ്ടാകും. സോൾട്ട് എന്ന് പറയുന്നത് കാർബണേറ്റ് ആകാം, ബൈകാർബണേറ്റ് ആകാം, സൾഫേറ്റ് ആകാം, ക്ലോറൈഡ് ആകാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാൽസ്യത്തിൻ്റെ മഗ്നീഷ്യം കാർബണേറ്റ്, ബൈകാർബണേറ്റ്, സൾഫേറ്റ്, ക്ലോറൈഡ്, ക്ലോറൈഡ് ഇവയുണ്ട് എങ്കിൽ അതെന്തായിരിക്കും, ഹാർഡ് വാട്ടറും. അപ്പോൾ സോപ്പ് പതയത്തില്ല. ഇവയില്ല എങ്കിൽ, സോൾട്ട് ഇല്ല എങ്കിൽ അതെന്തായിരിക്കും, സോഫ്റ്റ് വാട്ടർ, സോപ്പ് പതയുകയും ചെയ്യും. ഓക്കെ. ഇനി ക്ലാസിഫിക്കേഷൻ, ഹാർഡ് വാട്ടറിൻ്റെയും സോഫ്റ്റ് വാട്ടറിൻ്റെയും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഹാർഡ്നെസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇനി ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ, അതായത് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ് ബൈകാർബണേറ്റ്, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ് ബൈകാർബണേറ്റ് വരുന്നതാണ് ടെമ്പററി ഹാർഡ്നെസ്. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ് ഒക്കെ വരുന്നതാണ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ് ആണ് എങ്കിൽ ആ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഹാർഡ്നെസ് റിമൂവ് ആയിപ്പോവും. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ് എങ്കിൽ നമ്മൾ ആ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ റിമൂവ് പോകത്തില്ല. അതിനെ നമ്മൾ സിയോലൈറ്റ് പ്രോസസ്സ്, അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴിയൊക്കെയാണ് നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിനകത്ത് അതായത് വാട്ടർ സോഫണിങ് മെത്തേഡ് കിടപ്പുണ്ട്. വാട്ടർ സോഫണിങ് മെത്തേഡിനകത്ത് നമുക്ക് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് പഠിക്കാനായിട്ടുള്ളതാണ്. അത് എപ്പോഴും എക്സാമിനും ചോദിക്കുന്നതാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്സും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം, അത് നമ്മളിവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ബൈകാർബണേറ്റിൻ്റെയും കാർബണേറ്റിൻ്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ എന്താണ് പറയുന്നത്, കാർബണേറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നു. മറ്റേത് പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരുന്നുണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് റിമൂവ്ഡ് ബൈ ബോയിലിംഗ് വിച്ച് ഡസ് നോട്ട്, പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ വിച്ച് ഡസ് നോട്ട് റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. അതേസമയം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫേറ്റ്, ക്ലോറൈഡ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അല്ലേ. ഇനി വിച്ച് ഈസ് ഓൾസോ കോൾഡ് കാർബണേറ്റ് ഹാർഡ്നെസ്. അതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ വിച്ച് ഈസ് നോൺ കാർബണേറ്റ് ഹാർഡ്നെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാവുന്ന, അതായത് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
അതെങ്ങനെയാണ്? റിമൂവ്ഡ് ബൈ ജസ്റ്റ് ബോയിലിംഗ് ദ വാട്ടർ, അല്ലേ? വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിപ്പോൾ? റിമൂവ്ഡായിട്ട് പോകും, അല്ലേ? നോക്കിയേ, ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ റിമൂവൽ നോക്കിയേ. ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ എങ്ങനെയാണ്? ബൈ ബോയിലിംഗ് വഴിയാണ്. ചൂടാക്കി കഴിഞ്ഞാൽ, തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താകും? റിമൂവ്ഡായിട്ട് പോകും. അപ്പോൾ കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് CaHCO3. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, ആരോ മാർക്കിന് മുകളിലായിട്ടൊരു ട്രയാങ്കിൾ, അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ. അത് കഴിയുമ്പോൾ നമുക്ക് ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? കാൽസ്യം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇവാപ്പറേറ്റ് ചെയ്തു പോകും, വാട്ടർ പിന്നെ അവിടെ കിടക്കും, അല്ലേ? വാട്ടറും ഉണ്ട്, കാൽസ്യം കാർബണേറ്റും ഉണ്ട്. കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പിന്നെ മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരും? വാട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. അതേസമയം പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്, സൾഫേറ്റ് ഒക്കെ വരുന്നതാണ് പെർമനൻറ്റ് ഹാർഡ്നെസ്, വിച്ച് കാനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. അതിപ്പോൾ എങ്ങനെയായിരിക്കും? സിയോലൈറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴിയാണ് നമ്മൾ ഏത് റിമൂവ് ചെയ്യുന്നത്? പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഇക്വേഷൻ എഴുതേണ്ടതാണ്, പഠിക്കണം. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഓഫ് ഹാർഡ്നെസ്, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. 2019 വരെയുള്ള 2015 തൊട്ട് 19 വരെയുള്ള സിലബസിനകത്ത് നമുക്ക് 5 യൂണിറ്റ് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെട്ടി കുറച്ചിട്ട് യൂണിറ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് പാർട്സ് പെർ മില്യണും മില്ലിഗ്രാം പെർ ലിറ്ററും മാത്രം പഠിച്ചാൽ മതി. ഇത് ഡെഫിനിഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ് പ്രസൻറ്റ് ഇൻ 1 മില്യൺ പാർട്സ് ഓഫ് വാട്ടർ. അതായത് നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ്, അതായത് നമ്പർ ഓഫ് പാർട്സ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻ എത്ര വരണം? ഇൻ 1 മില്യൺ പാർട്സ് ഓഫ് വാട്ടർ. 1 മില്യൺ പാർട്സ് ഓഫ് വാട്ടറിൻ്റെ അകത്ത് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ നമ്പറിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ? പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. ഇനി മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാം ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ്. ഇതുപോലെ തന്നെ പഠിക്കണേ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാം ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇക്വലൻറ്റ് ഹാർഡ്നെസ് പ്രസൻറ്റ് ഇൻ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, ഈ 2 ഡെഫിനേഷനും പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ടോട്ടൽ ഹാർഡ്നെസ്. അതായത് ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും കൂടെ കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വരുന്നതാണ് ടോട്ടൽ ഹാർഡ്നെസ് കാണാനായിട്ട്. ടെമ്പററി ഹാർഡ്നെസ് പ്ലസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇനി ടെമ്പററി ഹാർഡ്നെസ് ആണ് കാണേണ്ടതെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ് കുറച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂമറിക്കൽസ് കുറേ ചെയ്യാനായിട്ടുണ്ട്. നമുക്കത് എക്സാമ്പിൾ സഹിതം ചെയ്തിടാം. ഇനി അതായത് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് കോസസ് ടെമ്പററി ഹാർഡ്നെസ്, സൾഫേറ്റ് ആൻഡ് ക്ലോറൈഡ് കോസസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും കൂടെ കൂടുന്നതാണ് ടോട്ടൽ ഹാർഡ്നെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ ഏതാണ് പഠിച്ചത്? വാട്ടർ ടെക്നോളജിക്കകത്ത് ഹാർഡ് വാട്ടർ എന്താണ്, സോഫ്റ്റ് വാട്ടർ എന്താണെന്ന് പഠിച്ചു. ഹാർഡ് വാട്ടറും അതുപോലെ തന്നെ സോഫ്റ്റ് വാട്ടറിൻ്റെ അകത്ത് ഡെഫിനേഷനായിട്ട് പഠിച്ചു. അതുപോലെ ഹാർഡ്നെസ് എന്താണെന്നുള്ളത് പഠിച്ചു. ഹാർഡ്നെസ്സിനകത്ത് ടൈപ്സ് ഓഫ് ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻറ്റ് ഹാർഡ്നെസ്സും പഠിച്ചു. പിന്നെ യൂണിറ്റ് ഓഫ് ഹാർഡ്നെസ്, പിന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത് ഓൺ ബോയിലിംഗ്, അതിൻ്റെ ഇക്വേഷൻ സഹിതം പഠിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ഹാർഡ്നെസ്സിനകത്ത് 2 യൂണിറ്റ്, പാർട്സ് പെർ മില്യൺ ppm, അതുപോലെ തന്നെ മില്ലിഗ്രാം പെർ ലിറ്റർ mg പെർ ലിറ്റർ എന്നുള്ളത് അതും കാണാതെ ഡെഫിനേഷൻ പഠിക്കണം. ഇനി അടുത്ത ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ 2-3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തായാലും കാണാതെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.